നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ ഉള്ള ഒരു രൂപമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ, ഇതെന്താണിത്? ഇതെന്റെ വണ്ടി തന്നെ ആണോ? ഞാൻ ഷാംറോഡെ കൊണ്ട് തന്ന വണ്ടിയല്ല ഇത്. ഈ ഒരു രീതിയിലേക്ക് ഇത്രയും അടിപൊളിയാക്കി എൻ്റെ വണ്ടിയെ നമ്മുടെ മല്ലു കാർടെക്കിലെ ഷാംറോ. അയ്യോ, ഫീൽ എന്ന് പറഞ്ഞാൽ പോരാ. അതായത് ഒരു വണ്ടിപ്രാന്തന്റെ ഒരു ആഗ്രഹമാണ് ഇതേപോലെ ഒരു വണ്ടി. സാധാരണക്കാരന്റെ വണ്ടിയിലും ഇതൊക്കെ സാധിക്കും. ഞാൻ ഒരാളെ എൻ്റെ വണ്ടി കാണിക്കാനായിട്ട് ഒന്ന് കൊണ്ടുവന്നതാണ്. ഷാംബ്രോ, ഹായ് ബ്രോ. ഹായ്, എന്തുണ്ട്? സുഖം. അപ്പോൾ എൻ്റെ വണ്ടി അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നേ. അപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇനി വണ്ടി തന്നു വിടുന്നില്ല. ഒരു എത്ര ദിവസമാണ്? 3 ദിവസം മതി. 3 ദിവസം കഴിഞ്ഞിട്ട് വണ്ടി തരത്തുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ സംഭവങ്ങൾ ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട്. A to Z കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ആംബ്രസ്റ്റ് ആവട്ടെ, ഗിയർ ലെവർ ആവട്ടെ, ആൻഡ്രോയിഡ് ആവട്ടെ, സബ് എല്ലാ സാധനം ഉണ്ട്. പക്ഷെ നമുക്ക് ഇന്ത്യയിൽ ഒരു വെറൈറ്റി, ഒരു മോഡിഫിക്കേഷൻ ചെയ്ത ഒരു വണ്ടി പോലെ തോന്നണമെങ്കിൽ ഇങ്ങനത്തെ ഒരു 10-15 വർഷം മുമ്പുള്ള സീറ്റ് കവർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അതൊരു മോഡിഫിക്കേഷൻ ആയിട്ട് തോന്നണമെങ്കിൽ സീറ്റ് മോൾഡ് ചെയ്യണം. നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഹെഡ്ലൈറ്റിന്റെ ഉള്ളിലായിട്ട് നമുക്ക് അതിനെന്താ ശമ്പളം പറയുന്ന DRL തന്നെ. DRL ഇതേപോലെ ഇതിപ്പോ മേളിൽ വെച്ചിട്ടില്ലേ, ഇതിന്റെ തന്നെ ക്രിസ്റ്റൽ ടൈപ്പ് ഉണ്ട്. അത് ഉള്ളിലെ വെക്കുക. അത് നമ്മൾ പുതിയ വണ്ടി ഇപ്പൊ ചെയ്യാറില്ല ഇങ്ങനത്തെ. ഈ വെള്ളത്തിന്റെ ഇഷ്യൂ, ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. പക്ഷെ ഇതൊക്കെ സീൽഡ് ആയിട്ട് കറക്റ്റ് ഇരിക്കുന്ന സംഭവം സെന്നൊക്കെ ചെയ്യാം. വണ്ടി എങ്ങനെയുണ്ട്? വണ്ടി ഇപ്പൊ മൊത്തത്തിൽ ഇതേപോലത്തെ ഒരു സെന്ന് നമുക്ക് കണ്ടിട്ട് തന്നെ കുറെ കാലമായി. ചെറിയൊരു രസം കൂടുതൽ തോന്നുന്നെങ്കിൽ നേരിട്ട് കാണാനാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഈ ഒരു കളർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ഈ ഒരു കളർ ആയിരിക്കില്ല, വേറൊരു കളറാണ് പ്രതീക്ഷിച്ച് ചെയ്യുന്നത്. വണ്ടി വന്ന് തുറന്നു നോക്കിയിട്ട് തന്നെ പുള്ളി പറഞ്ഞു ഇതിനകത്ത് എന്ത് ചെയ്യാനുള്ളത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ ആകെ ഉള്ളത് നമുക്ക് ആ സീറ്റിന്റെ ഒരു പോരായ്മ മാത്രം തന്നെയാണ് ഉള്ളത്. അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. നല്ല വൃത്തിയിൽ തന്നെ അത് വെറൈറ്റി ആയിട്ട് ചെയ്യാനുണ്ടോ, അല്ലാണ്ട് നോർമലായിട്ട് സീറ്റ് കവർ ഇടുന്ന പോലെയല്ല. ടൈ സപ്പോർട്ടും അതേപോലെ തന്നെ അതിന്റെ വിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഡബിൾ സ്റ്റിച്ചിങ്ങും ഡബിൾ ഫോമും. അപ്പൊ നമ്മുടെ വണ്ടിയിൽ ചെയ്യാൻ പോകുന്ന ആംബിയൻസ് ലൈറ്റ് ആണ് നമ്മളിപ്പോ ആദ്യം കാണാൻ പോകുന്നത്. ശാംബ്രോ, ഇതാണ് നമ്മുടെ ഐറ്റം. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് ഇപ്പൊ ഉള്ളതിലും വെച്ച് ഏറ്റവും പ്രീമിയം ആയിട്ട് വരുന്ന ഒരു ഐറ്റം. ക്വാളിറ്റിയാണ്. ക്വാളിറ്റി മുഖ്യം. ക്വാളിറ്റി ഓൾറെഡി ഉണ്ട്, പ്രീമിയം സാധനമാണ്. ഒരുപാട് മോഡുണ്ട്. മൊബൈൽ ആപ്പിലൂടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ആംബിയൻസ് ലൈറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ വണ്ടിയിലേക്ക് പക്കാണ്, സൂട്ടാണ്. ഇത് യൂണിവേഴ്സൽ എല്ലാ വണ്ടി ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ ഈ ഒരു ലൈറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഹെഡ്ലൈറ്റിന്റെ ഉള്ളിൽ വെക്കുന്നത് ക്രിസ്റ്റൽ ലൈറ്റ്. ഈ ഒരു സാധനത്തിന് വേണ്ടിയാണ് ഞാൻ ഈ മനുഷ്യനെ കോൺടാക്ട് ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നീ ഇവിടുന്ന് വണ്ടി. ഇത് സംഭവം കാണാൻ നിസ്സാരാണെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇത്തിരി വൃത്തി ചെയ്യണം. അത് ഇത്തിരി ടൈം എടുത്ത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ ഷാംബ്രോയുടെ ലോകം അല്ലെ? ഫുൾ കാർ ആക്സറീസ്. ഒരു വണ്ടിക്ക് വേണ്ട A to Z സാധനങ്ങൾ അല്ലെ? അതായത് മെയിൻ ആയിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, പുള്ളി മെയിൻ ആയിട്ട് സൗണ്ട് സിസ്റ്റം മാത്രമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആംബിയൻസ് ലൈറ്റ്, ട്രെൻഡിങ്ങിൽ പോകുന്നത് 360 ക്യാമറയും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് നമ്മുടെ ഓഫറിലേക്ക് കടക്കാം. നമ്മുടെ വ്യൂവേഴ്സിന് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ എന്താണ് ഓഫർ കൊടുക്കാൻ പോകുന്നത്? ഇപ്പൊ തീരുമാനിച്ച കാര്യമായിട്ട് ഓഫർ എന്ന് പറയുന്ന സംഭവം നമുക്കൊരു 4800 രൂപയ്ക്ക് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ കൊടുക്കാം. 1 year റീപ്ലേസ്മെന്റ് വാരന്റിയോട് കൂട്ടിയുള്ളത് കൊടുക്കാൻ പറ്റും. അതെന്നാന്നറിയോ, ഞാൻ പെട്ടെന്ന് ചോദിച്ചാൽ, കാരണം വെച്ചാൽ നമ്മളൊരു വീഡിയോ എത്തിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ വീഡിയോ കാണുന്നവർക്ക് ഒരു ഉപകാരപ്പെടണം. കാരണം വെച്ചാൽ ഈ ആൻഡ്രോയിഡ് സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ആഗ്രഹമാണ്, മനസ്സിലൊരു ആഗ്രഹമാണ്. അപ്പൊ ഒരു 1 year റീപ്ലേസ്മെന്റോട് കൂടി നമ്മൾ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് 4800 രൂപയ്ക്ക്. 4800 ലാൻഡിംഗ് കോസ്റ്റ് ആണ്. നോർമൽ കോസ്റ്റ്, കൈ കിട്ടുന്ന സാധനം, കൈ കിട്ടുന്ന വിലക്കാണ് നിങ്ങൾക്ക് തരാൻ പോണത് കേട്ടോ. അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പം നമുക്കൊരു ഇപ്പൊ ഒരു സംശയം കാണും അവർക്ക്, ഏറ്റവും ചെറിയ വണ്ടി മാരുതി 800 അതിന് വരെ വെച്ച് കൊടുക്കാൻ പറ്റുമോ? എല്ലാ വണ്ടിക്കും അങ്ങേയറ്റം ഏത് വണ്ടി, അത് അപ്പം കാർ തന്നെയാണോ, ഓട്ടോ തന്നെ ചെയ്ത് കൊടുക്കുമോ? നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ബാറ്ററി ഉണ്ടായാൽ മതി കേട്ടല്ലോ, ബാറ്ററി ഉണ്ടായാൽ മതി. ഏത് വണ്ടിയാണെങ്കിലും പുള്ളി ചെയ്തു തരുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഒരു വർക്ക് എടുത്ത് അത് ചെയ്തു കൊടുക്കാന്നുള്ളല്ലോ, അത് ഇപ്പൊ ഒരു കൊല്ലം റീപ്ലേസ്മെന്റ് ഉണ്ട്, അത് കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക, പെട്ടെന്ന് സർവീസ് കിട്ടുക, അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഈ ഒരു സ്റ്റോറിലുള്ളൂ. ചില കമ്പനീസ് ചെയ്യാൻ നമുക്ക് ഫിറ്റ്മെന്റ് ചെയ്യാം, നല്ല കുഴപ്പമില്ല, ഇതുപോലെ തന്നെ സ്മാർട്ട് ഓഡിയോ പോലെ തന്നെ നല്ല പ്രോസസ്സറൊക്കെ ആയിരിക്കും. പക്ഷെ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് വരും, പിന്നെ അവർ കൈമലത്തും, പിന്നെ ഞാനും കസ്റ്റമറായിട്ട് അലമ്പാവും. സർവീസ് കിട്ടത്തില്ല. അപ്രൂവൽ കിട്ടണമെങ്കിൽ അവരെന്തൊക്കെ കംപ്ലൈന്റ് വേണ്ട, എന്തൊക്കെ ഹാർഡ്വെയർ ഇഷ്യൂ ആണോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണോ അതൊക്കെ നോക്കിയിട്ട് അവർ റീപ്ലേസ്മെന്റ് ചെയ്യാം. അപ്പൊ ഇതാകുമ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. കസ്റ്റമറിന് തന്നെ തോന്നുകയാണ് ഇതൊന്ന് റീപ്ലേസ്മെന്റ് ചെയ്യണം ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ മാറ്റാം. അതിപ്പോ ഒരു കൊല്ലത്തിനിടയിൽ അല്ല 2 വർഷം വാറന്റികളുണ്ട്, 1 വർഷം വാറന്റികളുണ്ട്. ഇതിപ്പോ 2 വർഷം റീപ്ലേസ്മെന്റ് അല്ല, 1 year റീപ്ലേസ്മെന്റ്, 1 year സർവീസ്, 2 വർഷം വാറന്റിയോട് കൂടി നമ്മൾ കൊടുക്കുന്നത്. അത് 2 വർഷം വാറന്റി ഉള്ള ആൻഡ്രോയിഡ് സ്ക്രീൻ ആണ് ഇവിടുന്ന് നമുക്ക് സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ ഇത് നമുക്കൊരു സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് എത്ര വരും?
സ്റ്റാർട്ടിംഗ് ആണ് ഞാൻ പറഞ്ഞ 6500 ഉള്ളത്. ഇപ്പൊ നമ്മൾ ഓഫറിന് ഈ ഒരു സെയിം സ്റ്റീരിയോ തന്നെ നമ്മൾ കൊടുക്കുന്ന 4800. ഇപ്പൊ ബ്രോ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓഫർ നമ്മൾ 6500 ഇട്ടു. നമ്മൾ എൻട്രി ലെവൽ സ്റ്റീരിയോ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. എൻട്രി ലെവൽ വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിംഗ് ആപ്പിൾ കാർപ്ലേ അതിനോടൊന്നും ഇല്ലാത്ത 2GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1GB ഉണ്ടാവുള്ളൂ. അത് ആർക്കും അറിയാത്ത സംഭവമാണ്. ഈ ലോ പ്രൈസിലുള്ള ആൻഡ്രോയിഡ് ഒക്കെ 2GB എഴുതുകയാണെങ്കിലും അത് 1GB ഉണ്ടാവുള്ളൂ. അത് 2GB എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. നമ്മളിപ്പോ ഇവിടെ ഒരു കസ്റ്റമർ നമ്മൾ പറയും 2GB അല്ല അത് 1GB ആയിരിക്കും. പിന്നെ ഭാവിയിൽ അടി ഉണ്ടാവും. അതന്നെ നമ്മൾ ഓപ്പൺ ആയിട്ട് പറയും. പിന്നെ നമുക്ക് ഒരു ഹാങ് ഒന്നും ഇല്ലാത്ത ഒരു കാർപ്പറേറ്റ് ഉള്ള സിസ്റ്റം വേണം. നല്ല രീതിയിൽ പാട്ടൊക്കെ ഇത്തിരി ക്ലാരിറ്റിയോട് കൂടിയുള്ള പാട്ട് വേണമെങ്കിൽ നല്ല സിസ്റ്റം ആഡ് ചെയ്യാം. ഒരിക്കലും കുറഞ്ഞത് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ ആൻഡ്രോയിഡ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു കൊല്ലം ആകുമ്പോഴേക്കും അതിന്റെ ആ ഒരു പരിപാടി കാര്യങ്ങളൊക്കെ കുറഞ്ഞതിന്റെ കഴിയും. അത് ഉറപ്പാണ്. നമ്മൾ തുറന്നു പറയും. ഷോപ്പിന്റെ ഉടമയാണ്, അതായത് നമ്മുടെ മല്ലു കാർട്ടൊക്കെ എന്നുള്ള ഷോപ്പിന്റെ ഉടമയാണ്. പുള്ളി തന്നെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഞാനിവിടെ വീഡിയോസിൽ പറയാറുണ്ട്, കസ്റ്റമേഴ്സിന്റെ അടുത്ത് പറയും ഓപ്പൺ ആയിട്ട്. നിങ്ങളൊരു വണ്ടി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ 100% വേണ്ടി, അതായത് മേടിച്ചു വെക്കണമെന്നല്ല, നിർബന്ധമായും വാങ്ങി വെച്ചിരിക്കണം. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഗവൺമെന്റ് സർക്കുലർ ഇറക്കും, നിർബന്ധമായും നിങ്ങളുടെ വണ്ടിയിൽ വേണം എന്നുള്ള ഒരു സാധനമാണ് അടുത്തായിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഡാഷ് ക്യാമറ. എത്ര രൂപ തൊട്ട് നമുക്ക് ഡാഷ് ക്യാമറ? നമുക്ക് ഒരു 2000 രൂപ തൊട്ടിട്ട് ഡാഷ് ക്യാമറ ഉണ്ട്. അത് നമ്മൾ ഒരു ആൻഡ്രോയിഡ് ഉള്ള ആളാണെങ്കിൽ ഇപ്പൊ നമ്മൾ എൻട്രി ലെവലിൽ പറഞ്ഞ പോലെ തന്നെ അത് നമുക്ക് എക്സ്ട്രാ DVR HD ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കൊണ്ടുവരും. ഒരു 10,000-20,000 രൂപ 16,500 ആ റേഞ്ച് ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് സാധാരണക്കാരൻ ഒരു 4,800 രൂപയ്ക്ക് നമ്മൾ സ്റ്റീരിയോ കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു DVR വേണമെന്നുള്ള ആൾക്കാർ ആണെങ്കിൽ ഈ ഒരു 2000 രൂപയ്ക്ക് DVR ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു. അത് നമ്മളെ സ്ക്രീനിൽ തന്നെ നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ നമ്മൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ. ഈ സാധനം കണ്ടോ, വെറും 2000 രൂപ വില വരുന്നുള്ളൂ. ഈ സാധനം ഉണ്ടെങ്കിൽ DVR ആയി. അതെ, സേഫ്റ്റി പ്രധാനമായിട്ട് ചുറ്റി. കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന മിസ്റ്റേക്ക് അല്ലേ പോലും നമ്മുടെ മിസ്റ്റേക്ക് ആക്കി മാറ്റും പലരും. അതെ, അത് നമുക്ക് തെളിയിക്കാനുള്ള ഏക മാർഗ്ഗം ഈ ഒരു ഡാഷ് ക്യാമറയാണ്. അപ്പൊ 2000 രൂപ തൊട്ട് എത്ര രൂപ വരെയുള്ള ഡാഷ് ക്യാമറ ഉണ്ട്? നമുക്ക് ഇപ്പൊ 15,000 രൂപ വരെയുള്ള ഡാഷ് ക്യാമറ. ഗോപ്രോ പോലത്തെ ഒരു ഐറ്റാണ്. നമ്മളെ വിൻഷീൽഡും ജസ്റ്റ് ഒന്ന് ഫിറ്റ്മെന്റ് ചെയ്ത് വെച്ചാൽ ഇത് പറയുമ്പോൾ 4,000 രൂപ ആ റേഞ്ച് വരുന്നുള്ളൂ ഈ ഒരു സംഭവം. ഇതൊക്കെ വരുമ്പോൾ 4G സിം ഇടാൻ പറ്റുന്നതാണ്. 4G സിം ഇടാൻ പറ്റുന്ന ഡാഷ് ക്യാമറയാണ് കേട്ടോ ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സിം ഇടാം, നമുക്ക് ലൈവ് റെക്കോർഡിംഗ് കാണാം. ഇപ്പൊ വണ്ടി നിർത്തിയിട്ട് പോയാലും ആ ഫുട്ടേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടും ബാക്കും കാണാൻ പറ്റും. 2 ക്യാമറ ഉണ്ട് ഇതിനകത്ത്. 2 ക്യാമറ, ഫ്രണ്ടും ബാക്ക് റെക്കോർഡിംഗ് ഉണ്ട്. അത് നമുക്ക് വണ്ടി ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് പോയി നമുക്ക് ആ ഫുട്ടേജ് കിട്ടണം, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈം. ഇത് എന്ത് പ്രൈസ് വരുന്നുണ്ട് നമുക്ക്? ഇത് ഒരു 14 രൂപ റേഞ്ച് വരും. പക്ഷേ ഈ ഒരു 14,000 രൂപ മുടക്കുന്ന ഒരു കാരണവശാലും നിങ്ങൾക്ക് നഷ്ടമല്ല കേട്ടോ, അല്ലെ? നമ്മുടെ വണ്ടിയിൽ ആരും കൊണ്ട് ഉരച്ചിട്ടൊക്കെ പോയാലും നമുക്ക് ഇപ്പൊ ഗൾഫിലുള്ള ആൾക്കാർക്ക് ഉപകാരമുള്ള സംഭവം തന്നെയാണ്. വീട്ടിൽ വണ്ടി എടുക്കാൻ ആരെങ്കിലും കൊണ്ടുപോകണം തന്നെ നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ വീട്ടിലില്ലാത്ത സാഹചര്യത്തിൽ നിങ്ങളുടെ വണ്ടി ആരെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ അവരെവിടെ പോകണു, അതേപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും നോർമലി അവരൊന്ന് ഇൻസ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം വാങ്ങി നമ്മുടെ വണ്ടിയിൽ വെച്ചാൽ മതി. HD ക്വാളിറ്റിയിലുള്ള റെക്കോർഡിംഗ് ഉണ്ട്, GPS ഉണ്ട്, അതേപോലെ തന്നെ ഇതിൽ G സെൻസർ ഉണ്ട്, വൈഫൈ ഹോട്ട്സ്പോട്ട് വഴി ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഡ്യുവൽ ക്യാമറ വരുന്നുണ്ട്, ഫ്രണ്ടും ബാക്കും. മൊബൈലിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, അതിന്റെ ഒക്കെ ഇത്തിരി കൂടി ഒരു നല്ലൊരു ഐറ്റം എന്ന് പറയാം, നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം. ഹമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്നത് 1 year വാറന്റി ആണ്. ഇങ്ങനത്തെ ഐറ്റംസ് റീപ്ലേസ്മെന്റ് വരില്ല, സർവീസ് വാറന്റി ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SD കാർഡ് ഇടാം, പക്ഷേ നമുക്ക് മൊബൈലിലേക്ക് നമുക്ക് വൈഫൈ വെച്ച് ട്രാൻസ്ഫർ ചെയ്യാം അതിന്റെ ഫയൽ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഈ ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്ന ഐറ്റം. ഇത് 4K ഉണ്ട്, അതുപോലെ തന്നെ ട്രാൻസ്ഫറിംഗ് ഒക്കെ വൈഫൈ വരും, ഉള്ളിലുള്ള ഫുട്ടേജ് കിട്ടും. ഇൻസൈഡ് നമുക്ക് നമ്മൾ ഉള്ളിലേക്ക് നമ്മളിപ്പോ ഒരു ഗൾഫായ നമ്മൾ പ്രവാസി എന്നായിരിക്കും, അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഉള്ളിൽ ആരൊക്കെയാ സഞ്ചരിക്കണം, അതേപോലെ തന്നെ ആരൊക്കെ പോകണമെന്നൊക്കെ നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. നമുക്ക് ലൈവ് റെക്കോർഡിംഗ് സ്ട്രീമിംഗ് കാണാൻ പറ്റുന്നുള്ള ഒരു വേറെ ഒരു പ്രത്യേകത. അപ്പോ നമ്മുടെ ഷോപ്പുകളിലേക്കൊക്കെ നമ്മുടെ ഷാംബ്രോ കൊടുക്കുന്നതാണ് അല്ലേ? അതെ, കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഷോപ്പുകാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എന്തായാലും നിങ്ങളുടെ വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു ഐറ്റം നമ്മുടെ ഷാംബ്രോനെ വിളിച്ച് ചോദിച്ച് റെക്കമെൻഡേഷൻ മേടിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വാങ്ങി വെക്കുക. നമ്മുടെ സീറ്റിന്റെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ, അതായത് നമ്മുടെ സീറ്റ് എന്നല്ല നമ്മുടെ വണ്ടിയുടെ ഇപ്പോൾ ഉള്ള ഒരു രൂപമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാക്കി തരുമെന്നാണ് നമ്മുടെ ഷാംബ്രോ പറഞ്ഞത്. ഷാംബ്രോ, അപ്പൊ എത്ര ദിവസത്തെ വർക്ക് നമുക്ക് കൊണ്ടുവിടാം? സീറ്റ് എന്തായാലും 3 ദിവസം വേണം. അപ്പോൾ സീറ്റ് എന്തായാലും നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ തന്നെ ഹെഡ്ലൈറ്റും ആംബിയൻസ് കാര്യങ്ങളൊക്കെ പണി തുടങ്ങും. ഓക്കെ, അപ്പം ഇന്ന് 31. അതെ, അപ്പൊ 3-ാം തീയതി ആകുമ്പോഴേക്കും സെറ്റ് ആക്കാം. ഷാംബ്രോ, നമ്മുടെ വണ്ടിയുടെ വർക്ക് എന്തായി? സത്യത്തില് തരുമ്പോഴുള്ള ശരിക്കുള്ള വണ്ടിയല്ല, നമ്മൾ മൊത്തത്തിൽ തന്നെ ചക്കനെ ലെവലാക്കിയിട്ട് അതിന് തുറന്ന് കാണുമ്പോൾ അതിന് മനസ്സിലാവും. കണ്ടാലാ? വാ. എന്റെ മോനെന്ന് വിളിച്ച എന്റെ സന്തോഷം കൊണ്ടാട്ടാ. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഷാംബ്രോ, ഈ ഒരു സാധനം ഞാനുണ്ടല്ലോ പലരോടും ചോദിച്ചു ചെയ്യാൻ പറ്റുമെന്ന്. പലരും പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല, പ്രശ്നമായിരിക്കും, അതായത് പാടാന്നാ പറഞ്ഞത്. പക്ഷെ
നീറ്റായിട്ട് തന്നെ പക്കായിട്ട് തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. ഒന്നുകൂടെ കൊടുകൈ അകത്തുണ്ടോ ശാംബ്രോ ഒരു ലൈറ്റ് ഓടിക്കളിക്കുന്ന? എന്റെ മോനെ ഇതെന്താണിത്? ഇതെന്റെ വണ്ടി തന്നെ ആണോ? ഇത് നോക്കിക്കേ, ഇതെന്താ ശാംബ്രോ ഇത്? എന്റെ ദൈവമേ, കംഫർട്ട് അറ്റ് ദ പീക്കെന്ന് കേട്ടോണ്ടാ. സത്യം പറഞ്ഞ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. തുറന്ന് സംസാരിക്കാം. അതിന്റെ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയായിട്ടാണ് നോക്കിയാൽ നമ്മുടെ ആ ഒരു ലൈറ്റ് അതിൽ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സെറ്റിന്റെ താഴെ വരെ ഉണ്ട് കേട്ടോ. നോക്കി ആൻഡ്രോയിഡ് സ്ക്രീനിന്റെ താഴെ വരെ നീറ്റാക്കി ചെയ്തിരിക്കുകയാണ്. അതേപോലെ സീറ്റ്, എന്റെ അതേ സത്യം പറഞ്ഞ് അതെ ഈ വണ്ടിയിൽ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ഈ ബക്കറ്റ് സീറ്റ് ചെറിയ സീറ്റ് ആയതുകൊണ്ടാണ് പാടാണ് പക്ഷേ ചെയ്യാം. ഞാൻ ഷാംറോഡെ കൊണ്ട് തന്ന വണ്ടിയല്ല ഇത്. അത് അതെ അത് തന്നെ പറയാം. അതായത് ലുക്ക് വൈസ് ആണെങ്കിലും വണ്ടി പെയിന്റ് ചെയ്ത് ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയായിരുന്നു. പക്ഷെ ലുക്ക് വൈസ് അതായത് ഈ ഒരു DRL ചെയ്ത് ആംബിയൻസ് ലൈറ്റ്, സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചെന്ന് പറയാം നമ്മുടെ ഡാഷ് ബോർഡെ നോർമലി ഒരു ലൈറ്റ് ചെയ്യുമായിരിക്കും. പക്ഷെ ഇതൊരു രക്ഷയില്ല കേട്ടോ. അതേപോലെ തന്നെ ആ സീറ്റാണ് മെയിൻ. ഈ ഒരു രീതിയിലേക്ക് ഇത്രയും അടിപൊളിയാക്കി എൻ്റെ വണ്ടിയെ നമ്മുടെ മല്ലു കാർടെക്കിലെ ശാംബ്രോ. അയ്യോ ഫീൽ എന്ന് പറഞ്ഞാൽ പോരാ. അതായത് ഒരു വണ്ടിപ്രാന്തന്റെ ഒരു ആഗ്രഹമാണ് ഇതേപോലെ ഒരു വണ്ടി. അതായത് എൻ്റെ വീട്ടിലെ ആദ്യത്തെ വണ്ടിയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സെന്ന്. ഇവനെ കിട്ടുന്ന സമയത്ത്, വണ്ടി എടുത്ത സമയത്ത് ഒന്നുമില്ലായിരുന്നു. നോർമലി പറയുകയാണെങ്കിൽ ഒരു സെറ്റും സ്പീക്കറും, പിന്നെ വണ്ടി പക്ക നീറ്റായിരുന്നു, കണ്ടീഷൻ വൈസ് ഓക്കെ ആയിരുന്നു. അതെ സിൽവർ കളറായിരുന്നു. ഇപ്പം ഈ വണ്ടി ചെയ്തിരിക്കുന്നത് വെച്ചാൽ A to Z വർക്ക് നമ്മൾ ചെയ്തു. അതായത് സാധാരണക്കാരൻ്റെ വണ്ടിയിലും ഇതൊക്കെ സാധിക്കും. ബെൻസും BMW ഓടിയല്ലേ? അതെ ആദ്യത്തെ വണ്ടി സെന്ന. അതെ പുള്ളി എടുത്ത വണ്ടി ആദ്യത്തെ വണ്ടി സെന്നാണ്. അപ്പം അതേ വണ്ടിയിലുള്ള എല്ലാ ലക്ഷറി ഫീലും നമ്മുടെ സാധാരണക്കാരൻ്റെ വണ്ടിയിലും ചെയ്യാൻ പറ്റും. ഇവിടെ കൊണ്ടുവന്നാൽ മല്ലു കാർടെക്കിൽ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ ഏത് വണ്ടിയാണോ, ഏത് വണ്ടി ആയിക്കോട്ടെ അല്ലേ, ഏത് വണ്ടി ആയിക്കോട്ടെ പക്കായിട്ട് ഇതേപോലെ മനസ്സ് നിറഞ്ഞ് ഇറക്കി വിടും. അതെ പക്കയാക്കി തന്നിരിക്കുകയാണ്. ഞാൻ മനസ്സുകൊണ്ട് ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. സത്യം പറഞ്ഞാൽ ശാംബ്രോ ഒന്നുകൂടെ പ്രതീക്ഷിച്ചതിലും അപ്പുറമാക്കി നമ്മുടെ ആറ്റത്തിനെ മാറ്റി തന്നിരിക്കുകയാണ്. ഈ ഒരു ലുക്കിൻ്റെ ഉടമ മല്ലു കാർടെക്, അത്ര പറയാനുള്ളൂ. കാരണം സീറ്റ് അന്യായം എന്ന് പറഞ്ഞാൽ അന്യായം. അകത്ത് ആംബിയൻസ് ലൈറ്റ് കിടു പൊളി അങ്ങനെ വേണം പറയാൻ. ഇനിയുള്ള കാര്യം, ഇതേപോലുള്ള വണ്ടികൾ അല്ലെ ഏത് വണ്ടി ആയിക്കോട്ടെ അവർക്ക് ഇപ്പോൾ ശാംബ്രോ അടുത്തുനിന്ന് വണ്ടി കൊണ്ടുവന്ന് കാണിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ മനോഹരമായിട്ട് വർക്ക് ചെയ്തിറക്കണമെങ്കിൽ എന്തുവാ ചെയ്യണ്ടേ? കോൺടാക്ട് വിളിച്ചാൽ മതി. അതായത് ശാംബ്രോയിൽ നമ്മളെ പോലെ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു ക്രിയേറ്ററാണ്, ഒരുപാട് വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ ഷോപ്പ് പറയുന്നതിനെക്കാട്ടി കൂടുതൽ ആ പുള്ളിക്കാരൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ സ്ക്രീനിലായിട്ടൊരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ നമ്പറിൽ വിളിക്കുവാണെങ്കിൽ നിങ്ങളുടെ വണ്ടി ഏതും ആയിക്കോട്ടെ വിളിച്ച് സംസാരിക്കുവാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും. ഇൻക്ലൂഡിങ് നിങ്ങളുടെ വർക്ക് എത്ര രൂപ എക്സ്പെൻസ് ആവും എന്നുള്ള കാര്യം എല്ലാം പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ചെറുക്കൻ്റെ നമ്മുടെ ആറ്റത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ ശാംബ്രോയുടെ ചാനലായി നേരത്തെ പറഞ്ഞോണ്ട് ജസ്റ്റ് കയറുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, ഫോളോ ചെയ്യുക അല്ലേ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെയും ഇറ്റ്സ് മീ ഗോവിന്ദ് സൈനിങ് ഔട്ട്.